ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളി എന്ന് പറയുന്നതിൽ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം. ഇപ്പോൾ ഈ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിലുണ്ടെന്ന് കേൾക്കുന്നുണ്ടോ? ഇന്ത്യയിലുണ്ട് എന്ന് പറയാൻ വരട്ടെ. ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി വളരെ പ്രകടമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. പിന്നെ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയുടെ മാത്രം നോട്ടപ്പുള്ളിയല്ല, അമേരിക്കയും ദാവൂദ് ഇബ്രാഹിമിനെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാൾ ദാവൂദ് ഇബ്രാഹിമാണ്. 1993 മുംബൈ ആക്രമണം അല്ലേ, മുംബൈ സ്ഫോടനങ്ങൾക്ക് ശേഷം ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് ഇന്ത്യ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദാവൂദ് ഇബ്രാഹിം. പക്ഷേ ഇന്ത്യ കൊല്ലാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഇന്ത്യയിലെ BJP സർക്കാരുകൾക്കാണ് ആ താല്പര്യം ഉണ്ടായിരുന്നത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അത് പറഞ്ഞിട്ട് നമുക്ക് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇന്ത്യയിലെ ഓപ്പറേഷൻസിൻ്റെ കാര്യം ഇപ്പോൾ പറയാം. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ട്. പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസിയായ ചാരസംഘടനയാണ് ISIയുടെയും സംരക്ഷണയിലാണ് ദാവൂദ് കഴിയുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു, ഗുരുതരമായ രോഗം ബാധിച്ച് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ റാവൽപിണ്ടിയിലെ മിലിറ്ററി ആശുപത്രിയിൽ അയാൾ ചികിത്സയിലായിരുന്നു. അയാളെ പാകിസ്ഥാൻ ജീവൻ കൊടുത്ത് തിരിച്ചെടുത്തു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലുക എന്നുള്ളത് ഇന്ത്യ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് BJP സർക്കാരുകളുടെ അജണ്ടയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റുകളിൽ ഒന്ന് എലിമിനേറ്റ് ചെയ്യുക, ദാവൂദ് ഇബ്രാഹിമിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ലിസ്റ്റ് അജണ്ട തന്നെയാണ്, പ്രത്യക്ഷമായ രഹസ്യമല്ലാത്ത അജണ്ടയാണ്. അപ്പോൾ BJP സർക്കാരിൻ്റെ ഈ അജണ്ട വാജ്പേയിയുടെ കാലത്ത് 2005 അല്ലേ, വാജ്പേയി സർക്കാർ 2005 2005 എക്സിക്യൂട്ടീവ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നരേന്ദ്രമോദിയുടെ ടീമിലുള്ള അജിത് ഡോവലാണ് അന്നും ആ ഓപ്പറേഷൻ നടത്തിയത്. അന്ന് അജിത് ഡോവൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ജോയിൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. 93 ഈ ബോംബെ സ്ഫോടനങ്ങൾക്ക് ശേഷം ബോംബെയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതിന് കൂടുതൽ രൂക്ഷമായ ഒരു പോളറൈസേഷൻ ഉണ്ടായി. അതായത് ഡോണുകൾ, ഹിന്ദു ഡോണുകളും മുസ്ലിം ഡോണുകളും. അപ്പം മുസ്ലിം ഡോണായിരുന്ന ദാവൂദ് ഇബ്രാഹിമാണ് മുംബൈ സ്ഫോടനം നടത്തിയത്. അത് ഹിന്ദുക്കൾക്കും ഇന്ത്യക്കുമെതിരെയുള്ള ഒരു സ്ഫോടന പരമ്പരയാണെന്ന് അന്ന് ഛോട്ടാ രാജൻ സംഘം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഡോണായ ദാവൂദ് ഇബ്രാഹിം നടത്തിയ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഛോട്ടാ രാജൻ തീരുമാനിച്ചു ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലും. അങ്ങനെ മുംബൈയിൽ വലിയ തോതിൽ ദാവൂദിൻ്റെയും ഛോട്ടാ രാജൻ്റെയും സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ, ഗ്യാങ് വാറുകൾ. അതിനു മുമ്പ് ഹാജി മസ്താൻ്റെയൊക്കെ കാലത്ത് തന്നെ ഈ മുസ്ലിം ഡോണുകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഡോണുകൾക്ക് മതമുണ്ടായിരുന്നു മുംബൈയിൽ, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഛോട്ടാ രാജൻ സംഘം ഹിന്ദു പക്ഷം അല്ലെങ്കിൽ ഇന്ത്യൻ പക്ഷത്ത് നിന്നിട്ട് ദാവൂദ് ഇബ്രാഹിം ഗ്യാങ്ങിനെ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗ്യാങ് വാർ ഒരുപാട് നടന്നു. നമുക്കറിയാം, മലയാളി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് ഉണ്ടാക്കിയത്, തഖിയുദ്ദീൻ വാഹിദ്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന കഥകളിലൊന്ന് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഫണ്ട് കൊണ്ടാണ് ആരംഭിച്ചതെന്നാണ്. പിന്നീട് ദാവൂദ് ഇബ്രാഹിമായി തെറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു കാറിനുള്ളിൽ തഖിയുദ്ദീൻ വാഹിദ് വെടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പല വലിയ പണക്കാരായി വളരെ പെട്ടെന്ന് വളർന്നു വന്ന പലരുടെയും പിന്നിൽ, കേരളത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ പലരുടെയും പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിൽ ഡി ഗ്യാങ്ങിൻ്റെ, ഡി കമ്പനിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പണ്ടേ ഉണ്ട്. ഇപ്പം ഹോളിവുഡ് സിനിമ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് മുഴുവൻ ഡി കമ്പനിയായിരുന്നു, ദാവൂദ് ഇബ്രാഹിം. പല നടീനടന്മാർക്കും സംവിധായകർക്കും ഒക്കെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിച്ചിരുന്നു. ഇപ്പം മന്ദാകിനിയുടെ കഥ അറിയില്ല. മന്ദാകിനി ഒരു കാലത്ത് ദാവൂദ് ഇബ്രാഹിമിന്, അന്നത്തെ സൂപ്പർ താരമായിരുന്നല്ലോ മന്ദാകിനി, ഗാം തേരി ഗംഗ, എങ്ങനെ പടമില്ലേ, അങ്ങനെ പടമുണ്ട്. മന്ദാകിനി ഇങ്ങനെ നനഞ്ഞ ഒരു ചേല ചുറ്റി അടിവസ്ത്രം ധരിക്കാതെ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ വലിയ പ്രസിദ്ധമാണ്. അപ്പോൾ സിനിമയുടെ പേരിൻ്റെ നാവിലില്ല. അപ്പോൾ അവർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ കഥയുണ്ട്. പിന്നീട് ഇവരെ കല്യാണം കഴിച്ചത് ഒരു മുൻ ബുദ്ധസന്യാസിയായിരുന്ന കശൂട്ടി എന്ന് പറയുന്ന ഒരു മുൻ ബുദ്ധസന്യാസിയാണ് മന്ദാകിനിയെ കല്യാണം കഴിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഗ്യാങ് വാറുകൾ ഉണ്ടായി. ദാവൂദ് ഇബ്രാഹിമിനെ തീർക്കാൻ, ദാവൂദ് സംഘത്തെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഛോട്ടാ രാജൻ സംഘം, പിന്നെ ഛോട്ടാ രാജൻ പോലെ അവിടെ ഛോട്ടാ ഷക്കീൽ ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ വലിയ ഹാജി മസ്താൻ, ഛോട്ടാ രാജൻ, ഛോട്ടാ ഷക്കീൽ എന്നൊക്കെ പറഞ്ഞ വലിയ കുപ്രസിദ്ധമായ ഒരുപാട് ഡോൺസ് ഉണ്ടായിരുന്നു. ഇവരിൽ ചിലരൊക്കെ പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നു. ഹാജി മസ്താൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വരികയോ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ അതൊരു ടീമിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെ കൊല്ലാം? അങ്ങനെ ഇരിക്കുകയാണ് ഒരു വാർത്ത വരുന്നത്. ദുബായിൽ വെച്ച്
UAE വെച്ച് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകൾ മെഹ്റൂഖിൻ്റെ കല്യാണം നടക്കുന്നു. കല്യാണം കഴിക്കുന്നത് ക്രിക്കറ്ററായ മിയാൻ ദാദിൻ്റെ മകൻ ജുനൈദാണ്, പാകിസ്ഥാനി ക്രിക്കറ്ററുടെ മകൻ. അപ്പോൾ കല്യാണം അവിടെ നടക്കുന്നു. കല്യാണത്തിന് ദുബായിൽ, പാകിസ്ഥാനിലുള്ള ദാവൂദ് ഇബ്രാഹിം ദുബായിലെത്തുമ്പോൾ അവിടെ UAE വെച്ച് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലണം ഇൻ്റലിജൻസ് ബ്യൂറോ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏജൻറ്റുമാരൊക്കെ ഉണ്ട്. ഈ ഇൻ്റലിജൻസ് ബ്യൂറോ തീരുമാനിക്കുന്ന റോയുടെ സഹായമുണ്ട്. ഇതൊക്കെ എല്ലാ നെറ്റ്വർക്കും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും ഒരുമിച്ച് ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പോൾ മഹാരാഷ്ട്ര അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ്, ശരത് പവാറും ഒക്കെ വലിയ കോൺഗ്രസ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മഹാരാഷ്ട്ര സർക്കാരിനും കോൺഗ്രസിനും ശരത് പവാറിനൊക്കെ ദാവൂദ് ഗാങ്ങുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വിവരം കേന്ദ്ര സർക്കാരിനറിയാം. പണ്ട് മുതലേ അലിഗേഷൻ ഉണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അറിയാതെയാണ് ബോംബെയിൽ നിന്ന് ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യുന്നു. ടീം എന്ന് പറഞ്ഞാൽ അതായത് നേരിട്ട് ഒരു വിദേശ രാജ്യത്ത് പോയി നമ്മുടെ ഏജൻസികൾ ഷൂട്ട് ചെയ്ത് പിടിക്കപ്പെട്ട വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുപേരെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചു, വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇനി നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി എവിടുന്ന് വാടക എടുത്തെന്നറിയാമോ? അത് ഛോട്ടാ രാജൻ്റെ ടീമിൽ നിന്ന്. 2 പേരുടെ പേര് വിക്കി മൽഹോത്ര, ഫാരിദ് തനാഷയും വിക്കി മൽഹോത്രയും നമ്മൾ ഹയർ ചെയ്യുന്നു. അവരെ മുംബൈയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് സാക്ഷാൽ അജിത് ഡോവൽ നേരിട്ടാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ മുംബൈ പോലീസിലെ DCP ആയിരുന്ന മീര ബോർവാങ്കർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ലേഡി കമ്മീഷണർ എന്ന മറ്റാണ് പുസ്തകത്തിൻ്റെ. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബോംബെ പോലീസ്, മഹാരാഷ്ട്ര പോലീസ്, കോൺഗ്രസിൻ്റെ പോലീസ്, ശരത് പവാറിൻ്റെ പോലീസ്, അങ്ങനെ വായിക്കണം. ഞങ്ങൾ ഈ മുംബൈയിലെ അധോലോകത്തെ ഒതുക്കാൻ വേണ്ടി പ്രൊജക്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നടപ്പാക്കിയിരുന്നു. പ്രൊജക്റ്റ് എക്സ് നടന്നിട്ടിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള കോളുകൾ മുഴുവൻ ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കോള് പോകുന്നു. ഒരു കോൾ നിരന്തരം ഒരു മുംബൈയിലൊരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നു. അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നു. ചില കാര്യങ്ങൾ ദുബായിക്ക് പോകണം, അവിടെ ഒരു ടാർഗറ്റിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അവർ ആ ഫോൺ റെക്കോർഡ് ചെയ്തു, ട്രേസ് ചെയ്തപ്പോൾ വിക്കി മൽഹോത്ര ആണെന്ന് കണ്ടെത്തി. പക്ഷേ ഇത് വിളിക്കുന്ന സാർ ആരാണെന്ന് അറിയത്തില്ല. സാർ അജിത് ഡോവലായിരിക്കണം സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. ഇവർക്ക് ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ റെഡിയാക്കി ഇവരെ ദുബായിലേക്ക് അയക്കുകയാണ്. പക്ഷെ അയക്കുന്നതിന് തൊട്ടു മുമ്പ് മുംബൈ പോലീസ് ഇവർ 2 പേരെ അറസ്റ്റ് ചെയ്തു. അതായത് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനായി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം റോയും ഇൻ്റലിജൻസ് ബ്യൂറോയും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ദുബായിക്ക് അയക്കാൻ ട്രെയിൻ ചെയ്ത് വിട്ട വിക്കി മൽഹോത്രയും ഫാരിദ് തനാഷയെയും മുംബൈ എയർപോർട്ടിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവരുടെ പുസ്തകത്തിൽ പറയുന്നത് മുംബൈയിൽ ഒരു ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെയല്ല, ഇവർ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇവരെ അവിടെ വെച്ച് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനു പോയവരാ? ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ പോകുന്നത്. ആർക്ക് വേണ്ടി? ഇന്ത്യക്ക് വേണ്ടി. ഇന്ത്യൻ ഓപ്പറേഷന് പോയ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ പിന്നീട് ഇവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവരെ വിളിച്ചിട്ട് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടറായിരുന്ന അജിത് ഡോവൽ അതിഭീകരമായി ശകാരിച്ചു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് എന്നോട് അജിത് ഡോവൽ പറഞ്ഞു. അപ്പം ഞാൻ പാഠം പഠിച്ചോളാം, ഞങ്ങൾ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഞാൻ മറുപടി പറഞ്ഞു എന്ന് ഈ അഹങ്കാരിയായ സ്ത്രീ അജിത് ഡോവലിന് മറുപടി പറഞ്ഞു അത്രേ. പക്ഷേ അവർ പിന്നെ പറയുന്നുണ്ട്, ഞാൻ പിന്നെ പാഠം പഠിച്ചു. ആ പാഠം പഠിച്ചത് എങ്ങനെയാണെന്ന് ഇവർ പറയുന്നില്ല. പക്ഷേ അജിത് ഡോവൽ പാഠം പഠിപ്പിച്ചു എന്ന് വ്യാഖ്യാനിക്കാം. കാരണം അവർ IPSകാരിയാണല്ലോ. IPSകാരിയെ എന്തൊക്കെ പറഞ്ഞാലും IASഉം IPSഉം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. കേന്ദ്രത്തിനും വേണമെങ്കിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഈ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്ത ഒരു വലിയ ഓപ്പറേഷൻ. അന്ന് ദാവൂദ് ഇബ്രാഹിമിനെ കൊന്നിരുന്നെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിനെ രക്ഷിച്ചത് മുംബൈ പോലീസാണ്. മുംബൈ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ശരത് പവാറിൻ്റെ ഭരണകാലം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈയാണ് സലിം ദോല ഇസ്മയിൽ. സലിം ദോല ഇസ്മയിൽ തുർക്കിയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇയാളുടെ സഹായിയാണ് ഇക്ബാൽ മിർച്ചി. ഇക്ബാൽ മിർച്ചിയുടെ
അടുപ്പക്കാരനാണ് സലിം ദോല ഇസ്മയിൽ. ഈ 2 പേരുകൾ ശ്രദ്ധിക്കണം. ഈ 2 പേരും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളാണ്, തുർക്കിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇവർ ഇന്ത്യയിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര 3 സംസ്ഥാനങ്ങളിലായി ഡി കമ്പനിക്ക് വേണ്ടി കാർട്ടലുകൾ, മയക്കുമരുന്ന് കാർട്ടലുകൾ നടത്തുന്നു എന്നാണ് 3 സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെയും കണ്ടെത്തൽ. അതിനുവേണ്ടി ഈ ദാവൂദ് ഗ്യാങ് വീണ്ടും ഈ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നറിഞ്ഞിട്ട് DRIയും 3 സംസ്ഥാനങ്ങളിലെ പോലീസിലെ തീവ്രവാദ വിരുദ്ധ സംഘവും ചേർന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് ക്രിസ്റ്റൽ ബ്രേക്ക് എന്നാണ്. ഇതിൻ്റെ ഭാഗമായി ഭോപ്പാലിനടുത്തുള്ള ജഗദീഷ്പൂർ വില്ലേജിൽ കഴിഞ്ഞ ദിവസം ഒരു അടച്ചിട്ട വീട്ടിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ മധ്യപ്രദേശ് ഭരിക്കുന്നത് BJP സർക്കാരാണ്. എന്നാൽ പോലും പക്ഷേ BJP സർക്കാർ അറിയില്ലല്ലോ, KSEB അല്ല, അവിടുത്തെ വൈദ്യുതി ബോർഡ് വളരെ പെട്ടെന്ന് കാലങ്ങളായി താമസമില്ലാത്തൊരു വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് സംശയം, ആരും താമസിക്കാതെ വർഷങ്ങളായി അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന വീട് പിന്നെ കറണ്ട് കിട്ടി, പോസ്റ്റൊക്കെ വലിച്ച് കറണ്ട് കിട്ടി, പിന്നെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇത് ഈ ക്രിസ്റ്റൽ ബ്രേക്ക് എൻ്റെ ടീമിൻ്റെ ശ്രദ്ധയപ്പെട്ട് അവർ ആ വീട്ടിലേക്ക് അരച്ച് കയറിയപ്പോൾ കണ്ടെത്തുന്നത് മെഫിഡ്രോൺ എന്ന് പറയുന്ന രാസമയക്കുമരുന്നുണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആ വീട്ടിലുണ്ട്. മെഷീനുകൾ, ആധുനിക യന്ത്രങ്ങൾ, വലിയ തോതിലുള്ള കെമിക്കൽസൊക്കെ വെച്ചിട്ട് മെഫിഡ്രോൺ എന്ന് പറയുന്ന രാസലഹരി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് റെയ്ഡ് ചെയ്തു. അവിടുന്ന് കിട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ 6 സ്ഥലങ്ങൾ കൂടി കണ്ടെത്തി. ക്രിസ്റ്റൽ ബ്രേക്കിൻ്റെ ഭാഗമായി കണ്ടെത്തി. അതായത് 907 കിലോഗ്രാം മെഫിഡ്രോണാണ് ഈ 6 സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചത്. പിന്നെ 100 കണക്കിനല്ല, 1000 കിലോഗ്രാം ഉണ്ടാക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽസും ആധുനിക മെഷീനുകളും പിടിച്ചെടുത്തത് 1814 കോടി വില വരുന്ന മെഫിഡ്രോൺ. അറസ്റ്റിലായ ആളുകളുടെ പേര് അബ്ദുൽ ഫൈസൽ ഖുറേഷി. ഇയാൾക്ക് ഫാർമസിയിൽ ഡിപ്ലോമയുണ്ട്, രാസലഹരി ഉണ്ടാക്കാൻ, മരുന്നുണ്ടാക്കാനുള്ള ഡിപ്ലോമയുണ്ട്. അശോക് നഗർ സ്വദേശിയാണ്. പിന്നെ റാസിഖ് ഖാൻ മുംബൈ വിദീഷ സ്വദേശിയാണ്. അപ്പോൾ ഇവർ 2 പേരുടെ നേതൃത്വത്തിലാണ് ഈ ഫാക്ടറികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘമായ തുർക്കിയിലുള്ള സലിം ദോല ഇസ്മയിൽ, ഇക്ബാൽ മിർച്ചി ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഈ ഫാക്ടറികൾ 3 സംസ്ഥാനങ്ങളിലായി ആരംഭിച്ച് വലിയ തോതിൽ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന, അത് ഏറ്റവും വില കൂടിയ രാസലഹരി ഉണ്ടാക്കുന്ന കമ്പനി ഡി കമ്പനി വീണ്ടും ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നുള്ള വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ വീണ്ടും ഇന്ത്യയിൽ സജീവമായിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഞെട്ടിക്കുന്ന വിവരമാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ വാർത്ത കവർ ചെയ്യാത്തതറിയില്ല. പേടിച്ചിട്ടായിരിക്കാം, അവർക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും. നമ്മളെപ്പോലെ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മുഖ്യാധാര മാധ്യമങ്ങൾക്കും ഇത് കിട്ടേണ്ടതാണ്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘം ഇന്ത്യയെ നശിപ്പിക്കാനുള്ള പ്രവർത്തനം, പണ്ട് ബോംബും തോക്കുമായിരുന്നെങ്കിൽ ഇപ്പം മയക്കുമരുന്ന് ഫാക്ടറികൾ സ്ഥാപിച്ച് ഡി കമ്പനി ഇന്ത്യയിൽ സജീവമാകുന്നു എന്നുള്ള ഭീകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട് DRIയും 3 സംസ്ഥാനങ്ങളിലെ പോലീസും ചേർന്ന് ക്രിസ്റ്റൽ ബ്രേക്ക് എന്നുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.